ഒരു നല്ല പ്രഭാതം കൂടി തന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത് ദൈവത്തിൻ്റെ വരദാനമാണ്. നമുക്ക് അർഹതപ്പെട്ടതോ നമ്മൾ നേടിയെടുത്തതോ അല്ല. ഇത് ദൈവം എനിക്ക് ദാനമായി തന്ന ഒരു ദിവസം കൂടിയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഈ ഒരു ദിവസം നമുക്ക് പരിശ്രമിക്കാം. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഈ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ ഒരു പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഈശോയെ, അങ്ങയുടെ പാദാന്തികത്തിൽ ചേർന്നിരുന്നു കൊണ്ട് അങ്ങയുടെ വചനം ശ്രവിക്കുവാനും അങ്ങയോട് ചേർന്നിരുന്നു കൊണ്ട് ഇന്നത്തെ ജോലികൾ, ഇന്നത്തെ പ്രവൃത്തികൾ, ഇന്നത്തെ പഠനങ്ങൾ, ഇന്നത്തെ ചിന്തകൾ ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം അതിരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ വചനം, അതിന് ശക്തിയുണ്ട്. എൻ്റെ ജീവിതത്തെ തകർക്കാൻ, എൻ്റെ ജീവിതത്തെ ബലമില്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏത് തിന്മകളെയും, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിവുള്ള, ശക്തിയുള്ള ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇത് ഈശോ തരുന്ന ഏറ്റവും നല്ല വാചകമാണ്, ഒരു ഓഫറാണ്. എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ഈ ദിവസം നമുക്ക് സുഗമമായിട്ട് വഴി നടത്താം. നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ പ്രവൃത്തികൾ, ജോലികൾ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇന്ന് ഇടപെടുന്ന മേഖലകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ വാക്കിലൂടെ, എൻ്റെ പെരുമാറ്റങ്ങളിലൂടെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാം. ഒരുപക്ഷെ എൻ്റെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് ഉപദ്രവമോ അസ്വസ്ഥതയോ ആകാതെ അത് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു പുഞ്ചിരിയോടെ ഈ ദിവസം ആരംഭിക്കാം. എഴുന്നേറ്റ് കണ്ണുമുട്ടുന്ന വ്യക്തികൾ, അതൊരു പക്ഷേ എൻ്റെ കുടുംബാംഗമാകാം, മക്കളാകാം, ജീവിത പങ്കാളിയാകാം, എൻ്റെ സുഹൃത്താകാം. പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അവരിലേക്ക് ക്രിസ്തു പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ ഒരു പുഞ്ചിരിയെങ്കിലും വീശിക്കൊണ്ട് ഈ ദിവസം മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്ന ദിവസമാക്കി മാറ്റാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.